ഗൾഫ് രാജ്യങ്ങളിലേക്ക് വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണ ശ്രമം തകർത്തെന്ന് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈത്തിലും ഖത്തറിലും വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണം. ഇറാന്റെ മുന്നറിയിപ്പിന് പിന്നാലെയായിരുന്നു ആക്രമണം നടന്നത്. ഖത്തറിൽ ചരക്കു കപ്പലിന് നേരെയും ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിന് തീപിടിച്ചെന്നും ആളപായമില്ലെന്നും ഖത്തർ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അബുദാബിയിൽ നിന്ന് ഖത്തറിലെ തുറമുഖത്തേക്ക് വന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത്. ദോഹയിൽ നിന്ന് വടക്കുകിഴക്കായി 23 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ആക്രമണം. കപ്പലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 1 മാസം മുമ്പ് പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കെയാണ് ഇറാന്റെ പ്രകോപനം. അമേരിക്കയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയത്. ഇറാനെ US ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയെ സഹായിക്കുന്നവരെ ആക്രമിക്കുമെന്നാണ് ഭീഷണി. ഹോർമുസ് കടലിൽ കപ്പലുകൾ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ UAE കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടന്നതിന് പിന്നാലെയാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണം നടക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനും കടലിടുക്ക് വീണ്ടും തുറക്കാനും ഇറാന്റെ ആണവ പദ്ധതി നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട പുതിയ കരാർ നിർദ്ദേശത്തിന് ഇറാന്റെ പ്രതികരണത്തിനായി വൈറ്റ് ഹൌസ് കാത്തിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ആണവ പദ്ധതി പിൻവലിക്കാനുമുള്ള കരാറിൽ ഇറാൻ സമ്മതിക്കാത്തതിനാൽ ആക്രമണം വീണ്ടും ആരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.